Non-profit organizations come under dash in KYC norms. Options are A. High risk, B. Medium risk, C. Low risk and D. None. ക്വസ്റ്റ്യൻ എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മുടെ KYC നോംസിൽ ഏത് റിസ്കിലാണ് പെടുക? ഏതാണ്? ഓപ്ഷൻ എ, ഹൈ റിസ്ക്. അപ്പോൾ എന്താണ് ഈ KYC? നോ യുവർ കസ്റ്റമർ. ഒരു ബാങ്കുകാർ എന്താണ്? കസ്റ്റമറെ, അവരവരുടെ കസ്റ്റമറെ അറിയുക, ഏത് ടൈപ്പ് കസ്റ്റമർ ആണെന്ന് അറിയുക എന്നുള്ളതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടാണെന്ന് ചോദിച്ചാൽ എവിടാണ്? KYC ഗൈഡ് ലൈൻസ്. മറന്നു പോകരുത്, കസ്റ്റമർ ഈസ് ഡിഫൈൻഡ് ഇൻ KYC ഗൈഡ് ലൈൻസ്. നമ്മുടെ KYC നോംസ് കമ്പൽസറി ആക്കിയത് ഏത് വർഷമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഏതാണ്? ഏപ്രിൽ 2010. KYC നോംസ് വെയർ കമ്പൽസറി ബൈ RBI ഇൻ ഏപ്രിൽ 2010. അപ്പം നമുക്ക് റിസ്ക് അനുസരിച്ച് കസ്റ്റമറെ ലോ റിസ്ക് കസ്റ്റമർ എന്നും മീഡിയം റിസ്ക് കസ്റ്റമർ എന്നും ഹൈ റിസ്ക് കസ്റ്റമർ എന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോ റിസ്ക് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്താണ്? അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. അവർ എന്താണ്? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാലറീഡ് എംപ്ലോയീസ്, മാസത്തിൽ സാലറി വരുന്നു, അത് അവർ ഉപയോഗിക്കുന്നു, പിന്നീട് അടുത്ത മാസം സാലറി വരുന്നു, അതിലധികം റിസ്ക് ഒന്നുമില്ല. അവർക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കള്ളപ്പണമൊന്നും അവർക്ക് വരുന്നില്ല. അങ്ങനെയുള്ള കസ്റ്റമറെയാണ് ലോ റിസ്ക് കസ്റ്റമർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സാലറീഡ് എംപ്ലോയീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ റെഗുലേറ്ററി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഇതെന്നൊക്കെ പറയുന്നത് ലോ റിസ്കിൽ പെടുന്ന കസ്റ്റമറാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ലോ റിസ്ക് കസ്റ്റമറുടെ KYC എത്ര വർഷം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ ഇപ്പം കേൾക്കുന്നതാണ് KYC വേണമെന്ന്. എന്താണ്? അതായത് നിലവിലും അവർ പണ്ടത്തെ പോലെ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ് അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യുന്നത്. ചോദിക്കും, അപ്ഡേറ്റിംഗ് KYC ഓഫ് ലോ റിസ്ക് കസ്റ്റമേഴ്സ് ഡാഷ്. ഏതാണ്? എവറി 10 years. ഓരോ 10 വർഷം കൂടുമ്പോഴും അവരുടെ KYC ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇനി മീഡിയം റിസ്ക് കസ്റ്റമർ ഉണ്ട്. അതായത് അവർക്ക് കുറച്ച് റിസ്ക് ഉണ്ട്. ബാങ്കുകാർ അവരെ ഒന്ന് നോക്കിക്കോണം, അവർ ചിലപ്പം വഴിതെറ്റും, അല്ലേ? അപ്പോൾ മീഡിയം റിസ്ക് കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ഡീലേഴ്സ്, ഇലക്ട്രോണിക്സ്, ട്രാവൽ ഏജൻസീസ്, പിന്നീട് റെസ്റ്റോറൻറ്റ്സ്, റീറ്റെയിൽ ഷോപ്സ്, മൂവി തിയേറ്റേഴ്സ്, ഇതെന്നൊക്കെ പറയുന്നത് ഇവരിൽ ചെറിയ രീതിയിലൊരു റിസ്ക് ഉണ്ട്. അപ്പം ഇവരുടെ KYC അപ്ഡേറ്റ് ചെയ്യുന്നത് എവറി 8 years, ഓരോ 8 വർഷം കൂടുമ്പോഴുമാണ്. അടുത്തത് വരുന്നതാണ് ഹൈ റിസ്ക് കസ്റ്റമർ. ഇവരെയാണ് കൂടുതലും സൂക്ഷിക്കേണ്ടത്. ഇവർക്ക് കള്ളപ്പണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരിൽ പെടുന്നതാണ് ഏത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, പിന്നെ ട്രസ്റ്റ്, ചാരിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓർഗനൈസേഷൻസ് ഇല്ലേ. പിന്നെ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ്, PEPS, രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാർ. ഇവരുടെയൊക്കെ KYC എവറി 2 years, ഓരോ 2 വർഷം കൂടുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓർക്കുക, ലോ റിസ്ക് കസ്റ്റമർ ആണെങ്കിൽ എവറി 10 years, മീഡിയം റിസ്ക് ആണെങ്കിൽ എവറി 8 years ആൻഡ് ഹൈ റിസ്ക് ആണെങ്കിൽ എവറി 2 years.